പാലക്കാട് ജില്ലയിൽ ഏറെ സാംസ്കാരിക പ്രാധാന്യമുള്ള മണ്ഡലമാണ് ഒറ്റപ്പാലം. ഒരു കാലത്ത് മലയാള സിനിമാ ചിത്രീകരണങ്ങൾ ഏറെയും ഒറ്റപ്പാലം കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത്. നാടറിയുന്ന കലാകാരന്മാർ ഏറെയുള്ള നാടാണ് ഒറ്റപ്പാലം. നർമ്മത്തിലൂടെ സാമൂഹ്യ വിമർശനം നടത്തിയ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മനാടാണ് ഒറ്റപ്പാലം. ഭാരതപ്പുഴയും കുന്തിപ്പുഴയും ഒറ്റപ്പാലത്തിൻ്റെ പ്രധാന ജലസ്രോതസ്സുകളാണ്. ഒരു കാലത്ത് സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായിരുന്നു ഈ നാട്. ഒറ്റപ്പാലം നഗരസഭയും തച്ചനാട്ടുകര, കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ്, അമ്പലപ്പാറ, ലക്കിടിപ്പേരൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലം ഇന്ന് വികസന പാതയിലാണ്. കിഫ്ബി മുഖേന നിരവധി വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ വന്ന ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ സ്കൂളുകൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു. വിൽപ്പനച്ചരക്ക് എന്ന് പറയാവുന്ന കൂട്ടത്തിൽ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. അത് മാറി സ്കൂളുകൾ എന്താ പറയുക, കുട്ടികൾക്ക് ഏറ്റവും ആകർഷണീയമായ, അധ്യാപകനാണെങ്കിലും കുട്ടികളാണെങ്കിലും എൻ്റെ സ്കൂൾ, എൻ്റെ ക്ലാസ് റൂം, എൻ്റെ ടീച്ചർ, എൻ്റെ അധ്യാപകൻ എന്നൊക്കെ പറയുന്ന എൻ്റെ എന്ന് കൂട്ടി പറയാവുന്ന അതുവരെ ഉണ്ടായിരുന്ന കുട്ടികളുടെ അന്യതാബോധത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് ഈ പുതിയ മാറ്റങ്ങൾ കുട്ടികളും അധ്യാപകരും ഒരുപോലെ ഉൾക്കൊള്ളുക. ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ ആദ്യത്തെ ഒരു പദ്ധതി നടപ്പാക്കിയത് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പുലാപ്പറ്റ ഹൈസ്കൂളാണ്. 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ സ്കൂൾ കെട്ടിടം പണിത് കഴിഞ്ഞു. പെയിൻറ്റിങ് വർക്ക് മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഉള്ള സ്കൂൾ ലക്കിടിയിൽ ഇതേപോലെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഈ പൊതുമേഖലാ വിദ്യാഭ്യാസത്തെ കവച്ചു വെച്ചുകൊണ്ട് കടന്നു പോയിരുന്ന സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ ഒരു ഇല്ല. ഇന്ന് അവിടുന്ന് സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ ഇങ്ങോട്ട് മാറി വരുന്നൊരവസ്ഥയാണുള്ളത്. അത് അത്ഭുതകരമായ മാറ്റമാണെന്ന് വേണം പറയാം. 2 പ്രധാന കുടിവെള്ള പദ്ധതികളാണ് കിഫ്ബി മുഖേന മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. തച്ചനാട്ടുകര കുടിവെള്ള പദ്ധതിയും അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയും. 22 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന തച്ചനാട്ടുകര കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. പ്രതിദിനം 19 ദശലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മുറിയങ്കണ്ണിയിൽ കുന്തിപ്പുഴയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചാണ് ജലവിതരണം നടത്തുക. വിതരണ ലൈൻ കൂടി പൂർത്തിയാവുന്നതോടെ തച്ചനാട്ടുകരയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ്. 7000-ലധികം വരുന്ന കുടുംബങ്ങളുണ്ട് ഏകദേശം പഞ്ചായത്തിൽ. അത് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഇതുപോലെ വേനൽക്കാലങ്ങളിൽ വല്ലാത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറ്. പഞ്ചായത്ത് മുൻകൈയെടുത്തത് വെള്ളം എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്ലാന്റ് വരുന്നതോടുകൂടി അതിനുള്ള മാറ്റം വന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ഗുണം ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ തച്ചനാട്ടുകര പഞ്ചായത്തിൻ്റെ മറ്റൊരു പ്രദേശത്ത്, തല്ലൂർ പ്രദേശത്ത് ചെറിയ കുടിവെള്ള പദ്ധതി നിലവിലുണ്ട്. MP കൃഷ്ണദാസ് ആയിരുന്ന സമയത്ത് കുണ്ണൂരിലെ കുടിവെള്ള പദ്ധതി നിലവിലുണ്ട്. മറ്റ് തച്ചനാട്ടുകര 1 വില്ലേജ് പ്രദേശങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനേതായാലും പരിഹാരമാകും. പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനത്തിനായി 117 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശവും സർക്കാരിന് സമർപ്പിച്ചു. ഇതോടൊപ്പം അമ്പലപ്പാറ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയും പുരോഗമിക്കുകയാണ്. 1ാം ഘട്ടം പൂർത്തിയായി. 10 കോടി രൂപ ചെലവിൽ 8.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിന്റെ നിർമ്മാണത്തോടെ അമ്പലപ്പാറ മുരിക്കുംപറ്റയിലെ 800 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി. ഇതോടൊപ്പം 2ാം ഘട്ട പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാവുന്നതോടെ കടമ്പൂർ മേഖലയിലെ 1600 കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തില് നമ്മുടെ ഒറ്റപ്പാലം ബഹുമാനായ ഒറ്റപ്പാലം MLA P. ഉണ്ണി അവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25 കോടി രൂപ 2016-17 പദ്ധതിയിലാണ് നമുക്ക് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച് തന്നത്. അതിൽ 1ാം ഘട്ടം 10 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മുടെ അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെ ചുനങ്ങാട് ഭാഗത്ത്
13-ാം വാർഡിൽ പഴങ്കുളം മേഖലയിൽ 8.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു ടാങ്ക് അവിടെ പണി പൂർത്തിയാക്കുകയും 2017-18 അത് ബഹുമാനപ്പെട്ട വിഭവ വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആ ടാങ്കിൽ നിന്നാണ് ഇപ്പോൾ 800ഓളം കുടുംബങ്ങൾക്ക്, ചൊനങ്ങാട് ഭാഗത്തുള്ള 8 വാർഡിലെ 800ഓളം കുടുംബങ്ങൾക്ക് ആ ടാങ്കിൽ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ടാങ്ക് 11 കോടി രൂപ ചെലവിൽ പഞ്ചായത്തിന്റെ 5-ാം വാർഡിലുള്ള കടമ്പൂരിൽ പണി പൂർത്തിയായി. അതിൽ 11.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്കാണ് അവിടെ പണി പൂർത്തിയായിരിക്കുന്നത്. പദ്ധതി വന്നതോടുകൂടി തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2017-18 വർഷത്തെ നമ്മുടെ കിഫ്ബി ഫണ്ട് നമ്മുടെ ബഹുമാന്യനായ MLA ഉണ്ണിയേട്ടൻ നമുക്ക് 25 കോടി രൂപ അനുവദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 1-ാം ഘട്ടമായ പച്ചിലിക്കുണ്ട് റോഡ്, പഴങ്കുളം പച്ചിലിക്കുണ്ട് റോഡ് എന്നാണ് പറയുക ആ ഏരിയയിൽ, അവിടെ നമുക്ക് 10 കോടി രൂപ അനുവദിച്ച് 8.5 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുടിവെള്ള ടാങ്കാണ് കെട്ടാൻ സാധിച്ചത്. അതിന്റെ ഭാഗമായി നമുക്ക് 800 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുകയും അതിന്റെ 2-ാം ഘട്ടമായ നമ്മുടെ കടമ്പൂര് 11.5 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് കെട്ടിയിട്ടുള്ളത്. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. 3-ാം ഘട്ടമാവുന്നതോടുകൂടി നമ്മുടെ മീറ്റിന തടയണ കെട്ടുന്നതോട് കൂടിയിട്ട് നമ്മുടെ അതിന്റെ ഒപ്പം പൈപ്പ് കണക്ഷന്റെ പുതിയ പൈപ്പ് ഇടാനുള്ള പദ്ധതി കൂടി വെച്ചിട്ടുണ്ട്. അത് കഴിയുന്നതിനോട് കൂടി 100% നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയുടെ 3-ാം ഘട്ടത്തിനായി 37 കോടി 77 ലക്ഷം രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ഇത് പൂർത്തീകരിച്ചാൽ 7500 കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. മണ്ഡലത്തിലെ പ്രധാന സ്കൂളായ പുലാപ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. ഹൈസ്കൂൾ വിഭാഗത്തിനായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതോടെ കൂടുതൽ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും. 2018 നമ്മുടെ ബഹുമാന്യനായ ഉണ്ണി MLA സ്കൂള് സന്ദർശിക്കാനിടയായി. അക്കൂട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് സാറും ഉണ്ടായിരുന്നു. അവരെ രണ്ടും സ്കൂൾ സന്ദർശിച്ച വേളയിൽ അധികമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണിത്. എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സംസ്ഥാനത്ത് തന്നെ മികച്ച സ്കൂളുകളിലൊന്നാണ്. അപ്പോൾ ഇവിടെ ഭൗതിക സാഹചര്യങ്ങൾ തീരെ മോശമാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 140 നിയോജക മണ്ഡലങ്ങളെ ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമായി, മികവിൻ്റെ കേന്ദ്രമാക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ നമ്മുടെ ഈ സ്കൂളിനെയും ഉൾപ്പെടുത്തി. അപ്പം ബഹുമാന്യനായ ശ്രീ P. ഉണ്ണി MLA ആണ് ഇതിന് മുൻകൈ എടുത്തത്. ഒറ്റപ്പാലം ഗവൺമെന്റ് ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കിഫ്ബി മുഖേന 3 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരമായിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട വിവിധ മേഖലകളിലും കിഫ്ബി മുഖേന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാന വികസന മേഖലകളിൽ റോഡ്, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, ആശുപത്രികൾ തുടങ്ങി അവിടെയെല്ലാം ആധുനികവൽക്കരിക്കുന്നതിനും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ 4 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നുണ്ട്. ആ 4 പഞ്ചായത്തുകളിലും ഈ കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കാനായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞങ്ങളുടെ എല്ലാം തന്നെ പ്രദേശത്തെ ആദരണീയനായിട്ടുള്ള തീവ്രവാദികളുടെ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ട് വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാറിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ചിട്ടുള്ള കൂട്ടിലക്കടവ് എടായിക്കൽ റോഡ്, ആ റോഡ് 12 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ BMNBC പ്രവർത്തനം നടക്കുന്നത്. ആ പദ്ധതി അതിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നല്ലൊരു പ്രദേശം ഉൾപ്പെടുന്നു എന്നത് ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനമാണ്. ഒറ്റപ്പാലം നഗരസഭയിലും വിവിധ പദ്ധതികളുണ്ട്. ഗതാഗത തിരക്ക് ഏറെയുള്ള ഒറ്റപ്പാലം നഗരത്തിൽ ബൈപ്പാസ് റോഡും മാലിന്യ സംസ്കരണ പ്ലാന്റും നിർമ്മിക്കും. ഇതിനു പുറമെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ നവീകരണവും നടപ്പിലാക്കും.
78 കോടി രൂപ വകയിരുത്തിയാണ് ബൈപ്പാസ് നിർമ്മാണം. സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയാവുന്നതോടെ നിർമ്മാണം ആരംഭിക്കും. കിഫ്ബിയുടെ പ്രധാനപ്പെട്ട പദ്ധതി നഗരസഭയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ളത് ഒന്ന് നമ്മളെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. 11.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ AS ആയിട്ടുണ്ട്, TSനുള്ള എല്ലാ നടപടികളായിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോളിൻ്റെ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. സ്ഥലം അക്വയർ ചെയ്ത് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ ഇനിയിപ്പോൾ കിഫ്ബി നേരിട്ട് അതിൻ്റെ ടെൻഡർ വിളിക്കലും നടപടികളാണ് ആരംഭിക്കാനുള്ളത്. പാലക്കാട് നിന്ന് മുണ്ടൂർ വഴി ഇങ്ങനെ പോകുന്ന റോഡ്. അപ്പോൾ അവിടെ ആ റോഡെന്ന് പറഞ്ഞാൽ വളരെ 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 മോശപ്പെട്ട റോഡായിരുന്നു. വളരെ ലോങ് റൂട്ടാണത്. പെരിന്തൽമണ്ണയ്ക്കും അവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകാനുള്ള റൂട്ടാണത്. അപ്പോൾ വളരെ വളരെ തകർന്ന സ്ഥിതിയിലായിരുന്നു ആ റോഡ് 50 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് 15 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കോങ്ങാട് മുതൽ മംഗലാംകുന്ന് വരെയുള്ള റോഡ് റബ്ബറൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 373 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ മുണ്ടൂരിൽ നിന്നും തൂത വരെയുള്ള 3 മണ്ഡലങ്ങൾ കടന്നുകൊണ്ട് ആ റോഡ് പോണ്. ആ റോഡിൻ്റെ പണി അത് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ ഒറ്റപ്പാലത്തിന്റെ വികസന കുതിപ്പിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളെല്ലാം വേഗത്തിൽ പൂർത്തിയാകണമെന്ന ആവശ്യമാണ് ജനങ്ങൾക്കുള്ളത്.